എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഇന്ന് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, അതിൽ സഞ്ജു സാംസനെ നേരിട്ട് പരിചയമുള്ള അജു പൗലോസ് അടിമാലിക്കാരനാണ്. അദ്ദേഹം അണ്ടർ 19 കേരള ടീമിന് വേണ്ടിയിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ചു എന്ന് മാത്രമല്ല, അണ്ടർ 23, അണ്ടർ 24 ഈ ടീമുകളിലൊക്കെ കേരളത്തെ പ്രതിനിധീകരിച്ച് കളിച്ച അടിമാലിക്കാരനാണ്. അദ്ദേഹത്തിന് സഞ്ജു സാംസൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്, അദ്ദേഹവുമായി നേരിട്ട് പരിചയവുമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ടീമുമായി ഈ തവണത്തെ കളി വിലയിരുത്താൻ ഇതിൽ കവിഞ്ഞൊരാളെ നമുക്ക് ലഭിക്കാനുമില്ല. ഏതായാലും അജു പൗലോസുമായി ഇന്നത്തെ ചർച്ച. അജു, ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പ് നേടിയൊക്കെ ഇരിക്കുകയാണല്ലോ. ഇത് 3ാം വട്ടമാണ് നേടുന്നത് അല്ലേ? ആദ്യം ധോണിയുടെ നേതൃത്വത്തിൽ, പിന്നെ കഴിഞ്ഞ തവണ നമ്മുടെ കഴിഞ്ഞ കൊല്ലമായിരുന്നു രോഹിത്തിന്റെ നേതൃത്വത്തിൽ 24, അതിനുശേഷം ഇപ്പോൾ സൂര്യകുമാറിന്റെ നേതൃത്വത്തിൽ അത് ഇന്ത്യയിൽ വെച്ച് ഈ പ്രത്യേകിച്ച് 2020 ലോകകപ്പ് നേടുന്ന ഇന്ത്യൻ ടീമിനെ കുറിച്ച് എന്താണ് ആദ്യമായി കമന്റ് പറയാനുള്ളത്? നമ്മുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ, ശരിക്കും പറഞ്ഞ ഒരു ഗൺ ടീമായിരുന്നു തുടക്കം മുതലേ. പക്ഷേ ഈ മാച്ചസിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ശരിക്കും ആ ഒരു പെർഫോമൻസ് ആ ഒരു പീക്കിലോട്ട് വന്നിട്ടുണ്ടായില്ല. പക്ഷേ ലിറ്ററലി ഫൈനലാണ് അതിന് കറക്റ്റായിട്ട് പ്രൂവ് ചെയ്ത രീതിയിൽ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് വന്നത്. അത് സൂചിപ്പിച്ചത്, പ്രത്യേകിച്ച് ഈ അജു സൂചിപ്പിച്ചത്, അവസാനത്തെ 3 കളിയിലാണ് സഞ്ജു നന്നായി പെർഫോം ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിക്കാൻ കാരണം. അത് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു T20 ലൈനപ്പിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഓർഡർ തൊട്ട് ഏറ്റവും ലാസ്റ്റ് വരെ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു ഡെപ്ത്ത്, ബോളിങ്ങിൻ്റെ ഒരു ചേഞ്ചസ്, അങ്ങനെ മൊത്തത്തിലൊരു കോമ്പിനേഷൻ ഓഫ് ഒരു ടീമായിട്ട് കണക്കാക്കുമ്പോൾ ഇത് ലിറ്ററലി വേറെ ഒരു ടീമിനും ഇല്ലാത്ത ക്വാളിറ്റീസ് ഭയങ്കര കൂടുതലുള്ള ഒരു ടീമായിരുന്നു ഇന്ത്യ. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ലോകകപ്പിൻ്റെ ടൈമിൽ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് മാച്ചസിലൊന്നും ഇന്ത്യക്ക് അത്ര പറയത്തക്ക രീതിയിലുള്ള ആ സാധനം വന്നില്ല. അത് മിക്കവാറും ലോകകപ്പ് കളിക്കുമ്പോഴൊക്കെ ഇന്ത്യ അത്തരത്തിലേക്ക് നീങ്ങാറുണ്ട്. എന്നാലും ഫൈനലിൽ ന്യൂസിലൻഡ് ഒരുപക്ഷെ ഇന്ത്യയെ തോൽപ്പിച്ചേക്കും എന്ന് ഒരു ചിന്ത നാട്ടിലെമ്പാടും ലോകമെങ്ങും പരന്നിരുന്നു. യഥാർത്ഥത്തിൽ അജു അങ്ങനെ കരുതിയിരുന്നോ? അത് ശരിക്കും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മനസ്സിലും നമുക്ക് ഇന്ത്യ ജയിക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ ആസ് എ ക്രിക്കറ്റ് പ്ലെയർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇതുവരെ അഭിഷേക് അടിച്ചിട്ടില്ല. സോ നമ്മുടെ മനസ്സിലുണ്ടാവും അഭിഷേക് ചിലപ്പോൾ ഈ മാച്ച് അടിക്കുമായിരിക്കും. അങ്ങനെ നമുക്ക് കുറച്ച് ഇൻഡ്യൂഷൻസ് ഉണ്ടാവും എന്താണെങ്കിലും. പിന്നെ കളി എന്ന് പറയുന്നത് എന്താണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺസ്, എപ്പോഴും എന്താണെങ്കിലും തോക്കോ ജയിക്കുമോ എന്നുള്ളൊരു സാധനത്തിന് എപ്പോഴും ഒരു മിസ്റ്ററി ഉണ്ടല്ലോ. പക്ഷേ ഈ സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ, സൗത്ത് ആഫ്രിക്കയെ അനായാസമായിട്ട് മറികടക്കാൻ ന്യൂസിലൻഡിന് കഴിഞ്ഞു. ആ സമയത്ത് ന്യൂസിലൻഡിനെ ഭയപ്പെടേണ്ടിയിരുന്നില്ലേ? ന്യൂസിലൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു T20 ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിൽ ഫിന്നലൻ്റെയൊക്കെ ആ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമുക്കൊന്ന് പേടിപ്പെടുത്തുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ അപ്പോഴും നമുക്കൊരു എക്സ് ഫാക്ടർ എന്ന് പറയുന്ന ബുംറയുണ്ട് നമ്മുടെ. ആ ഒരു എക്സ് ഫാക്ടർ എപ്പോഴും വേറെ ഒരു ടീമിനും ഇല്ലാത്തൊരു സാധനമാണ്. ഈ ദക്ഷിണാഫ്രിക്ക അങ്ങനെ മോശമായൊരു ടീമല്ലല്ലോ, ഒരിക്കലുമല്ല. പിന്നെ എന്താണ് 11.2 അവരെ തോൽപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞു? അത് ചില പിച്ചസ് അതിന് അനുകൂലമായിട്ടുള്ള രീതിയിലായിരിക്കും. ചിലപ്പോൾ ബാറ്റിംഗ്, ഇപ്പോൾ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നത് എപ്പോഴും അത്ര എളുപ്പമായിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ബാറ്റിംഗ് നമ്മൾ ഒരു ചേസിങ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ബാറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്യൂ ഫാക്ടറൊക്കെ വരുമ്പോൾ ബോളേഴ്സിന് ബോൾ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അത് കളിയായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ കുറച്ച് കൂടുതൽ മനസ്സിലാവാൻ സാധ്യതയുണ്ട് അതൊക്കെ. അപ്പോൾ അജു അടിമാലിക്കാരനായിട്ട് പോലും സത്യത്തിൽ മീഡിയാനെറ്റിനെ ഇതുവരെ നേരിട്ട് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അജു ഈ സഞ്ജു സാംസനൊക്കെ ആയിട്ട് നേരിൽ പരിചയമുണ്ടെന്ന് അറിവുണ്ട്, ശരിയാണോ? സഞ്ജു ചേട്ടന് ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന കോളേജിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ ചേട്ടൻ സൂപ്പർ സീനിയറായിട്ട് ആ സമയത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്താണ് സഞ്ജു ചേട്ടൻ ആദ്യമായിട്ട് ഇന്ത്യ കളിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇന്ത്യ കളിച്ചു എന്നുള്ള രീതിയിൽ കോളേജിലൊക്കെ ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു അക്കാഡമി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അന്നേരം ഈ KCAയുടെ ഒരു ക്യാഷ് കേരള എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അക്കാഡമീസിലായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു, ട്രിവാൻഡ്രം. അജുവിന്റെ വീട് ഇവിടെയാണെങ്കിലും പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. പഠിച്ചത് തിരുവനന്തപുരം. ഈ സ്പോർട്സ് കോട്ടയിലാണോ പഠിച്ചത്? അത് സ്പോർട്സ് കോട്ടയാണ് അഡ്മിഷൻ കിട്ടിയത്.
അങ്ങനെയാണ് പഠിച്ചത്. അതെ. അപ്പോൾ ഏതാണ്ട് ചെറുപ്പം മുതൽ തന്നെ ഏതാണ്ട് ഹൈസ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പോയി. ഹൈസ്കൂൾ തൊട്ടേ ഞാനിവിടെ NR-സിറ്റിയിലാണ് പഠിച്ചത് ഹൈസ്കൂള്. അപ്പോൾ ആ സമയം തൊട്ടേ സ്പോർട്സ് കോട്ട എന്നുള്ള ഒരു രീതി തന്നെയായിരുന്നു. NR-സിറ്റി എന്നൊക്കെ ഒത്തിരി കുട്ടികൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് പുറം ലോകം അറിഞ്ഞവരുണ്ടല്ലോ. ഒരുപാടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി, സ്പോർട്സിന്റെ പേരിൽ തന്നെ രക്ഷപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ സഞ്ജു സാംസന്റെ കളി ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കളിയുടെ നാൾ വഴികളിൽ സത്യത്തിൽ അജു ഒരു നിരീക്ഷകനായി പിന്നാലെ ഉണ്ടായിരുന്നു. ലിറ്ററലി അത് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജു ചേട്ടൻ പോയി വന്ന വഴികൾ നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് മനസ്സിലാവും. കാരണം ആസ് എ പ്ലെയർ എന്നുള്ള രീതിയിൽ നമ്മളും ആ ഒരു ജേണി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ്റെ ഓരോ അപ്പ് ആൻഡ് ഡൗൺസും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാരണം ഇങ്ങനെ ഒരു പ്രതിഭ അദ്ദേഹത്തിന് ഉണ്ടെന്നും ഇന്ത്യൻ ടീമിൻ്റെ ഒരുപക്ഷെ ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുക്കാൻ മാത്രം ഉള്ള തലത്തിലേക്ക് സഞ്ജു വളർന്നേക്കും എന്നൊക്കെ ഒരു സങ്കല്പം ഒന്നുണ്ടായിരുന്നു. സഞ്ജു ചേട്ടൻ ഇന്ത്യ കളിക്കും എന്നുള്ള കാര്യത്തിൽ ഞാനൊക്കെ അണ്ടർ-19 കളിക്കുമ്പോൾ തൊട്ടേ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ ഒരു നോർമലായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈവൻ കോച്ചസിൻ്റെ ഇടയിലാണെങ്കിലും പ്ലേയേഴ്സിൻ്റെ ഇടയിലാണെങ്കിലും അങ്ങനെ ഒരു സംസാരം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ അത് കേട്ടാണ് കളിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് നമുക്കൊരു പ്രതീക്ഷയായിരുന്നു, എന്തായാലും കളിക്കും എന്നുള്ളൊരു സാധനം. പക്ഷേ ഈ ഒരു ലോകകപ്പ് നേടി കൊടുക്കുന്ന ഒരു രീതിയിലോട്ട് പുള്ളി പെർഫോം ചെയ്യാനും, അതും ഒരിക്കലും വിരാട് കോഹ്ലി പോലും ചെയ്യാത്ത ടൈപ്പിൽ ഉള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് പുള്ളി ഇന്ത്യക്ക് ആ കപ്പ് നേടി കൊടുക്കാൻ ഉണ്ടായ സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. ഈ ഒരു കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യ പോലുള്ളൊരു ബഹുസ്വര രാഷ്ട്രത്തിൻ്റെ, ലോകം കണ്ട ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഔന്നത്യത്തിലേക്ക്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളി എന്നൊക്കെ പറയുന്നത് നമ്മുടെ വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കാനും ഇന്ത്യയുടെ ബഹുസ്വരതയെ ഒരു ഏകശിലാ ഫലകം എന്നൊക്കെ നമ്മൾ പറയുന്ന തലത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്ന പ്ലേ ആണല്ലോ, ഈ കളിയാണല്ലോ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ആ തരത്തിലേക്ക് നോക്കുമ്പോൾ സഞ്ജുവിൻ്റെ പ്രകടനം ഇന്ത്യ ഒട്ടാകെ, ഒരുപക്ഷെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച പ്രകടനമാണ് അല്ലേ? ലോകം മുഴുവൻ ശ്രദ്ധിച്ച പ്രകടനമാണ്. ഈ സഞ്ജുവിൻ്റെ കളിയെക്കുറിച്ച് വ്യക്തിപരമായി എന്താണ് അഭിപ്രായം? സഞ്ജു ചേട്ടൻ്റെ കളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റാണ് പുള്ളിയുടെ ഉള്ളത്. പിന്നെ നമുക്ക് ചെറുപ്പം തൊട്ടേ കണ്ട് ചേട്ടൻ്റെ ഓരോ ടൈപ്പ് ഓഫ് ഇന്നിങ്സുകൾ ഇപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ മാത്രമല്ല, അല്ലാണ്ട് ഈ സെയിം ടൈം ചേട്ടൻ ഡൊമസ്റ്റിക്കിലൊക്കെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കളികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇന്ത്യ എക്ക് വേണ്ടിയിട്ട് ചേട്ടൻ ഇവിടെ ട്രിവാൻഡ്രത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലുള്ള ഒരു മാച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ പുള്ളിയുടെ ബാറ്റിംഗ് സ്റ്റൈൽ എപ്പോഴും ഒരു ഡിസ്ട്രക്റ്റീവ് ടൈപ്പ് ഓഫ് ബാറ്റിംഗ് സ്റ്റൈലാണ്. പുള്ളിക്ക് ഓൾറെഡി ആവശ്യത്തിന് ഷോട്ട്സ് ഉണ്ട്, അസാമാന്യമായിട്ട് പുള്ളി ബൗണ്ടറീസ് ഫിനിഷ് ചെയ്യും, അത് എത്ര വലിയ ഗ്രൗണ്ട് ആണെങ്കിലും. അപ്പം അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് പുള്ളിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഉഗ്രൻ ടൈമിംഗ് ആണ് പുള്ളിയുടെ ബാറ്റിംഗ്. ആദ്യത്തെ കളികളിൽ ചിലപ്പോൾ ഡക്കാവുന്നു, ചിലപ്പോൾ 10-ൽ താഴെ അല്ലെങ്കിൽ 19-ൽ താഴെ ഒക്കെ ആയിട്ട് ഈ റൺസിന് കയറി പോകുന്നു. അത് സത്യത്തിൽ നിരാശ ഉണ്ടാക്കിയോ കണ്ടപ്പോൾ? ഒരിക്കലും എനിക്കത് നിരാശ ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്ലെയറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഇൻറ്റൻറ്റ് കറക്റ്റായിരുന്നു. കാരണം ഒരു ടീമിന് വേണ്ട സാധനം എന്താണെന്നുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പുള്ളിയുടെ ഇൻറ്റൻ്റ് ആയിരുന്നു ആ മാച്ചസിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ കളിയുടെ ലോകകപ്പ് നേടുന്നതിൻ്റെ 16 ദിവസം മുമ്പായിരുന്നു സൂര്യകുമാറിൻ്റെ പത്രക്കാരുമായിട്ടുള്ള ഒരു സമ്മേളനത്തിൽ ഒരു കമൻറ്റ് വന്നത്. അത് തീർത്തും സഞ്ജുവിന് എഗൻസ്റ്റ് ആയിരുന്നു. അതെ, ശ്രദ്ധിച്ചു കാണും അല്ലേ? അത് സൂര്യകുമാർ പശ്ചാത്തപിച്ച് കാണില്ലേ? അത് പശ്ചാത്തപിച്ചിട്ടുണ്ടാവണം. കാരണം സൂര്യ ഒരു ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരിക്കലും ഒരു പ്ലെയറിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ, മീഡിയയിൽ സംസാരിക്കാനൊന്നും ചിലപ്പോൾ പുള്ളിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അങ്ങനെ വന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തായാലും അതിനെ സംബന്ധിച്ച് പശ്ചാത്താപ വിവശനായ ഒരു കമൻ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇല്ലേ? സഞ്ജു അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ച് അജുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടോ? സഞ്ജു ചേട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കാമായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഈവൻ പുള്ളിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അനാവശ്യമായിട്ടുള്ള സംസാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പുള്ളി അതിനെ വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ തന്നെ, അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കളി കാണുന്ന ആൾക്കാർ സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ സഞ്ജു ചേട്ടൻ അതിനെ കാണുന്നത് ടീമിൻ്റെ കോമ്പിനേഷനെ ബാധിക്കുന്ന രീതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ സഞ്ജുവിനെ കളിപ്പിക്കാതെ പുറത്തിരുന്ന സമയത്തൊക്കെ സഞ്ജു മാനസികമായി തകർന്നിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്, പല പത്രങ്ങൾ എഴുതുന്നുണ്ട്. കാര്യത്തിൽ എന്തെങ്കിലും വാസ്തവമായിട്ട് അജുന് തോന്നിയിട്ടുണ്ട്? 100% എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെല്ലിനകത്ത് നിന്ന് നമ്മൾ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ആസ് എ പ്ലെയർ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിനുള്ള പ്രതികാരമെന്ന് പറഞ്ഞുകൂടാ, മറുപടിയായിരുന്നു സത്യത്തിൽ അവസാനത്തെ 3 കളിയിലെ ബാറ്റിംഗ്. അതെ, ആദ്യത്തെ കളിയിലെ ബാറ്റിംഗ് ആണ് അതിനകത്ത് എക്സ്ട്രീമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ആ ഇമോഷൻസിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അതിനകത്ത്. കാരണം ചേട്ടൻ ആ കളി അടിച്ച് ജയിപ്പിച്ചതിന് ശേഷം ആ ഹെൽമെറ്റ് ഊരി
ഇട്ട് പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയും നാളത്തെ പുള്ളിയുടെ എഫേർട്ടിന് പുള്ളി കൊടുക്കുന്ന ഒരു റിപ്ലൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 തവണയാണ് അദ്ദേഹം ഈ പ്രാർത്ഥനയിലേക്ക് എത്തിയത്. ആദ്യ ഈ പറഞ്ഞ 3 കളിയിൽ ആദ്യത്തെ കളിയിൽ അതെ അല്ലേ? അതെ അത് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. അതിനൊരു മതപരമായ ഒരു അടയാളം കൂടിയുണ്ട്. 100% ഉണ്ട്. ഇപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് കൂടുതൽ അടുത്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ക്രിക്കറ്റ് കളിയിലാണെങ്കിൽ കൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഇതുവരെയുള്ള ഒരു ജേണിയിൽ നമ്മൾ പ്രാർത്ഥനേനെയും നമ്മുടെ ആ ഒരു റിച്വൽസിനെയും കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് മൊത്തത്തിൽ. പൊതുവേ അവരൊക്കെ. അപ്പോൾ ഈ സഞ്ജുവിൻ്റെ കളിയുമായി ബന്ധപ്പെട്ട് ഞാൻ ക്രിക്കറ്റിൽ വലിയ വിദഗ്ധനൊന്നുമല്ല, കളി കാണും എന്നതിനപ്പുറത്ത് വേറെ വിദഗ്ധനൊന്നുമല്ല, കളി ആസ്വദിക്കും എന്നേ ഉള്ളൂ. ഈ സച്ചിനൊക്കെ കളിക്കുമ്പോൾ കൂടുതൽ ഫോറിന് പ്രാധാന്യം കൊടുക്കുന്നു അല്ലേ? ഫോർ സച്ചിൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്ന പലപ്പോഴും നല്ല ഭംഗിയുള്ള ഫോറാണ്. അത് കാണാൻ വേണ്ടി ആളുകൾ അപൂർവമായിട്ടാണ് സച്ചിൻ സിക്സ് അടിക്കുന്നത്. സേവാഗൊക്കെ ആണെങ്കിൽ ആദ്യത്തെ പന്ത് തന്നെ സിക്സ് അടിച്ചേക്കാം എന്ന ഒരിതാണ്, അടിക്കുകയും ചെയ്യും, കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. സച്ചിൻ അങ്ങനെയല്ല, ഒരുങ്ങി നിന്ന് പ്രിപ്പയർ ചെയ്ത് ഗ്രൗണ്ടും ഒക്കെ ആയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഡക്കായിട്ടുണ്ട്, എല്ലാം നമ്മൾ പറയാനാവില്ല. ഈ സഞ്ജുവിൻ്റെ കളികൾ പലപ്പോഴും ഫോറിനേക്കാൾ ഉപരി സിക്സിന് ഒരു വല്ലാത്ത വൈദഗ്ധ്യം നേടുന്നു. അത് എത്ര വലിയ ഗ്രൗണ്ടാണെങ്കിലും അവസാനത്തെ കളിച്ച് നമ്മൾ ലോകകപ്പ് നേടിയ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടായിരുന്നല്ലോ അല്ലേ? അതെ. എന്താണ് ഈ സിക്സിനോട് ഇത്ര പ്രണയം? സിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ സച്ചിൻ സാറിന്റെ ആ ഒരു ഗെയിമിന്റെ ഒരു രീതി അനുസരിച്ച് സഞ്ജു ചേട്ടന്റെ ഗെയിമും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഫോർമാറ്റ് ഭയങ്കര വ്യത്യാസം വന്നു. ഇപ്പോൾ പണ്ടത്തെ കളികളിൽ നിന്ന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു T20 ഫോർമാറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്രിക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടുതൽ ഏറ്റവും കുറഞ്ഞ ബോളിൽ കൂടുതൽ റൺ അടിക്കുക എന്നുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നോർമൽ. പണ്ടൊക്കെ ഏകദിനത്തിൽ 210 അടിക്കുക, 260 അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. ഇപ്പൊ T20 ആളുകൾ 300 വരെ എടുക്കുക. ഒരുപക്ഷെ നമ്മുടെ കളി ഈ 3 കളി നമ്മുടെ സഞ്ജു ഔട്ട് ആകാതിരുന്നെങ്കിൽ 300ലേക്ക് പോയല്ലേ. അതെ, അത്രയ്ക്കും ക്വാളിറ്റി ഓഫ് ബാറ്റിംഗ് ആണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 3 തവണയും ഏതാണ്ട് 80-ന് മുകളിലായിരുന്നു റൺസ്, 90-നടുക്കെ. എങ്ങനെയാണ് അജുവിന് നിരാശ തോന്നിയോ? ആ ഒരു സെഞ്ചുറിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുഴുവൻ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് കേരളീയർ ആഗ്രഹിച്ച സമയമായിരുന്നില്ലേ? അതെ, അത് പേഴ്സണലി എനിക്ക് ചേട്ടാ 100 അടിച്ചാൽ കൊള്ളാം എന്ന് നമുക്കും TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയിരുന്നു. പക്ഷേ അപ്പോഴും പുള്ളി ഹോൾഡ് ഓൺ ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റൻറ്റ് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ, ആ ക്യാരി ത്രൂ ചെയ്തു ആ ഇന്നിങ്സ് ഫുള്ള്. ചിലപ്പോൾ അതുകൊണ്ട് ആ അടിക്കാൻ നോക്കി ഔട്ടാവുന്ന ആ സെയിം സാധനം അടിക്കാൻ നോക്കാതെ സിംഗിൾ എടുത്ത് മാറി പുള്ളിക്ക് 100 അടിക്കായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനെ ചെയ്യാതെ ടീമിന് വേണ്ടി ഇത് കുറച്ചും കൂടെ കൂടുതൽ റണ്ണാണ്. അപ്പോൾ ആ സമയത്ത് സെറ്റായിട്ട് നിൽക്കുന്ന ആൾ ഞാനാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്ട്രൈക്ക് എടുത്ത് റൺ അടിക്കാൻ, കുറച്ചും കൂടെ കൂടുതൽ റണ്ണിലോട്ട് കൊണ്ടുപോകാൻ പറ്റും, ടീമിനെ ജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇൻറ്റൻ്റാണ് കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് സഞ്ജുവിൻ്റെ കരിയറിനെ സത്യത്തിൽ വലിയ തിളക്കമുണ്ടാക്കിയിട്ടില്ലേ? അത് ആ ഒരു സാധനം തന്നെയാണ് ചേട്ടൻ്റെ. ഇപ്പോൾ കഴിഞ്ഞ ഇതിന് മുന്നത്തെ കുറച്ച് ഇന്നിങ്സുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇന്നിങ്സുകൾ ഔട്ടാവാനുള്ള കാരണം അത് തന്നെയാണ്. ഇപ്പോൾ ഈ 3 ഇന്നിങ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അടിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് കറക്റ്റായിട്ട് ചേട്ടൻ മാനേജ് ചെയ്തു എന്നുള്ളതാണ്. ഈ സച്ചിൻ പലപ്പോഴും സച്ചിനോട് ആദ്യം സംസാരിക്കാൻ കൊതിച്ച ബാല്യം, കൗമാരം, സച്ചിനെ പോലെ കളിക്കാൻ ആഗ്രഹിച്ച യൗവനം, ഈ സമയത്തൊക്കെ സച്ചിനോടും സംസാരിക്കണമെന്ന് സഞ്ജു വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് അടുത്ത കാലത്ത്. ഇപ്പം പിന്നെ അത് വളർച്ചയുടെ പാതയിൽ സച്ചിനുമായി വല്ലാത്ത കോണ്ടാക്റ്റായി. ഇപ്പം ധോണി കളി കാണാനുണ്ടായിരുന്നു, സച്ചിനെ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മോൻ്റെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആയിരുന്നു തോന്നുന്നത്. ആയിരിക്കണം. ധോണി ഒട്ട് മിക്കവാറും കളി ഉണ്ടായിരുന്നു. ധോണി നേരിട്ട് അഭിനന്ദിക്കുകയും ധോണി വല്ലാത്ത പ്രോത്സാഹനം കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അജുവിൻ്റെ അഭിപ്രായം? അതിനകത്ത് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് നോക്കി കാണാം. ഒന്ന്, ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ധോണിനെ നമുക്ക് കാണാം. സെയിം ടൈം CSKനെ ബാക്ക് ചെയ്യുന്ന ഒരു IPL-ലുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, ഞാൻ അങ്ങനെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു ഇതായിട്ടല്ല. പക്ഷേ സഞ്ജു ഇപ്പോൾ ചെന്നൈയുടെ കൂടെ വന്നു. അപ്പൊ ആ ഒരു ബാക്കപ്പ് എന്താണെങ്കിലും അത് ഇപ്പോൾ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് അവരുടെ ആ കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ അതും ഒരു പക്ഷേ ആ ഒരു കാര്യത്തിന് കുറച്ചും കൂടെ ഒരു ആക്കം കൂട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ കളി കഴിഞ്ഞ് ലോകകപ്പൊക്കെ നേടി തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ സഞ്ജുവിന് കിട്ടിയ സ്വീകരണം അത്ര കണ്ട് ഊഷ്മളമായിരുന്നു, മോശമായിരുന്നില്ല. പക്ഷെ കുറച്ചും കൂടിയൊക്കെ ആകാമായിരുന്നു അല്ലേ? അത് സഞ്ജു ചേട്ടൻ്റെ കൂടെ തന്നെയാണ് നല്ല അറിയത്തുള്ളൂ. സഞ്ജു ചേട്ടൻ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയാലും ആ ഒരു ക്രൗഡും ആ ഒരു സാധനം എപ്പോഴും കൂടെ ഉണ്ട്.
ഉണ്ട്, Mostly. എപ്പോഴും ഉണ്ട്. അതുണ്ടാവുമല്ലോ അവർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് കൂടുതലായിട്ട് കൊടും. 131 കോടി രൂപയാണ് BCCI കളിക്കാർക്കും മറ്റ് അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി അനുവദിച്ചത്. അതിൽ കളിക്കാർക്ക് 6 കോടി രൂപ വെച്ചാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ ഇത് കഴിയുമ്പോൾ ഒരു 10 കോടി രൂപ കുറഞ്ഞത് ഉണ്ടാവും അല്ലേ? ഈ കളിക്കാരുടെ ഈ പ്രതിഫലം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഇന്ത്യയുടെ ഒരു ശരാശരി ജനങ്ങളുടെ ഒരു പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ ആയിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിക്കറ്റ് കളിക്കാർക്കുള്ള ഈ ഇൻകം ഒത്തിരി കൂടുതലാണ്. അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാളാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്ന വേറൊരു രീതിയായിട്ടാണ്. ഇപ്പോൾ ഫിഫ എന്ന് പറയുന്ന ഒരു ഫെഡറേഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഉള്ള ഒരു ഫെഡറേഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് എന്താ പറയുക, ഒരു സംഘടന എന്ന് പറയുന്ന BCCI ആണ്. അപ്പോൾ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സംഘടനയും നമ്മുടെ BCCI എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ മാത്രം ഒരു ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് അത് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പർ 1 തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ അതിന് കൊടുക്കുന്ന ആ ഒരു സാധനം എന്താണെങ്കിലും അതിൽ നിന്ന് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ എന്നത് മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ സത്യത്തിൽ നമ്മൾ ആദ്യത്തെ T20 ഫൈനൽ കളിച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു. അന്ന് ശ്രീശാന്ത് ഉള്ള സമയമാണ്. അവസാനത്തെ ഇന്ത്യ ജയിക്കുന്ന ക്യാച്ച് ശ്രീശാന്താണ് എടുക്കുന്നത് അല്ലേ? ധോണി അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞ് മാറ്റി നിർത്തി പുറകോട്ട് ഒരു പ്രത്യേക പൊസിഷനിൽ നിർത്തുകയും ആ ഒരു പന്തിൽ ശ്രീശാന്തിന്റെ കയ്യിൽ ഭദ്രമായി ഒതുങ്ങുകയും ഇന്ത്യ ജയിക്കുകയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആ സമയത്ത് ഫൈനലിലെത്താൻ ശേമുഷി ഉണ്ടായിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ വളരെ പെട്ടെന്ന് പുറത്താവുകയാണ്. എന്താണ് അവർക്ക് പറ്റിയത്? ആ സമയത്ത് അത് ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ സമയത്തുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ചിലപ്പോൾ ആ സമയത്ത് മിസ്ബ അത് സ്കൂപ്പ് അടിക്കാതെ നേരെ അടിക്കാനുള്ള എന്തെങ്കിലും എന്ന് വെച്ചാൽ നേരെ ഈസി ആയിട്ട് റണ്ണ് കിട്ടുന്ന ഒരു രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് മാത്രമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കളി ഇന്ത്യ തോറ്റിട്ടുണ്ടോ? അതെ, തോക്കാനായിരുന്നു സാധ്യത. കാരണം മിസ്ബ നിന്ന് അടിക്കുമായിരുന്നു. അതെ, അവന് ഒരു കൂസലും കൂടാതെ നിന്ന് അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? ആ സമയത്താണ് ഇദ്ദേഹം ഒരു കാല് പുറകോട്ട് മാറിയിട്ടാണ് അടിക്കുന്നത്. ഞാൻ അങ്ങനെ സ്കൂപ്പ് അടിക്കുന്ന സമയത്ത് കറക്റ്റ് ശ്രീശാന്ത് തന്നെ അവിടെ പുറകിൽ നിൽക്കുന്നു, ക്യാച്ച് എടുക്കുന്നു, ഇന്ത്യ കളി ജയിക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ധോണിയുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കളി നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ നമ്മൾ അകത്ത് നിന്ന് കാണുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ ആ സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇപ്പോൾ ജോഗീന്ദർ ശർമ്മേനെ കൊണ്ട് ബോൾ ചെയ്യിക്കാനും ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി പുള്ളി കാണിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ നമ്മുടെ നായകന്മാർ ഇപ്പോൾ ഗാംഗുലി തൊട്ടുള്ള അതിന് മുമ്പുള്ള നായകന്മാരെ കുറിച്ചൊന്നും അത്ര ഒരു ധാരണ എനിക്കുമില്ല. ഗാംഗുലി തൊട്ടുള്ള നായകന്മാരെ എടുത്ത് ഇതിൻ്റെ സച്ചിനും ക്യാപ്റ്റനായിട്ടുണ്ട്, അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റന്മാരെ എടുത്ത് പരിശോധിച്ചാൽ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഇച്ഛാശക്തി ഇത്തിരി കൂടുതലാണ്. ഞാൻ അതിനെ നോക്കിക്കാണുന്നത് പുള്ളിയുടെ സ്ട്രെങ്ത്തും അത് തന്നെയാണ്, വീക്ക്നെസ്സും അത് തന്നെയാണ്. സോ അതിനകത്ത് പുള്ളി കൂടുതൽ സക്സസ് ആവുന്നത് പുള്ളിക്ക് നല്ലതാവുന്നുണ്ട്. സോ ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അപാര പ്രതിഭയുള്ള പ്ലെയർ എന്ന നിലയിൽ നമുക്ക് കോഹ്ലിയെ കാണാം അല്ലേ? 100%. നമ്മുടെ രോഹിത്തിനെ എങ്ങനെ കാണുന്നു? രോഹിത് കൈൻഡ് ഓഫ് രണ്ട് ആംഗിളിൽ പോകുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. കാരണം വിരാട്ടിന്റെ കയ്യിലുള്ള കളികളൊന്നും ചിലപ്പോൾ രോഹിത്തിന്റെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ രോഹിത് അടിക്കുന്ന പോലെ ചിലപ്പോൾ വിരാട്ടിനെ അടിക്കാൻ പറ്റത്തില്ല. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ടീം ഇന്ത്യനെ ജയിപ്പിക്കാനുള്ള ഒരു വിഷനാണ് രണ്ടുപേർക്കുള്ളത്. അല്ലെങ്കിൽ ടീം ഇന്ത്യയുടെ ഇപ്പം ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് 24 ഇന്ത്യ ജയിക്കുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ രോഹിത്തിനും ഇതുപോലെ മൈൽ സ്റ്റോൺസ് നോക്കിയിട്ട് കൂടുതൽ റൺ അടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷെ ടീമിന്റെ തന്നെ മൊറാല് തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റന്റ് ആയിരുന്നു രോഹിത് ടീമിന് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യുന്ന ഏത് പൊസിഷനാണെങ്കിലും അറ്റാക്ക് ചെയ്യേണ്ട ബോൾ അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മൈൻഡ് സെറ്റോട് രോഹിത് വന്നു. അത് ടീമിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റമേ മാറ്റിക്കളഞ്ഞു. ആ ഒരു സാധനം എൻഡ് ഓഫ് ദി ഡേ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റിലോട്ട് വന്നു, നമ്മൾ കപ്പടിക്കുന്ന രീതിയിലോട്ട് എത്തി. അപ്പം അങ്ങനെ മൊത്തത്തിൽ എല്ലാവരുടെയും വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ കളി ജയിക്കുക, കൂടുതൽ കപ്പുകൾ നേടുക എന്നുള്ള രീതിയിലോട്ടാവുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ പോസിറ്റീവ് സൈഡിനായിട്ട് കാണാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്.
പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഫൈനലിൽ എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ട്, ലോകത്തുണ്ട് അല്ലേ? ഉണ്ടാവും. അങ്ങനെ BCCയുടെ വരുമാനം അല്ലെങ്കിലും അതിൽ കൂടുതലാവാനൊന്നും സാധ്യതയില്ല. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ വന്നാലും ടിക്കറ്റൊക്കെ എത്രയോ കൂടുതൽ വിറ്റഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പരമ്പരാഗത വൈരികൾ എന്ന നിലയിൽ പാകിസ്ഥാൻ വന്നിരുന്നുവെങ്കിൽ അത് കുറെ കൂടി ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കുമായിരുന്നു. ഇന്ത്യൻസിന്റെ ഇടയിൽ അത് കുറച്ച് കൂടുതൽ ആവേശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫണ്ണി ഗെയിം പോലെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നടക്കത്തില്ല, ചിലപ്പോൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കും. അങ്ങനെ എപ്പോഴും ഒരു മിസ്റ്ററി ഒളിഞ്ഞു നടക്കുന്ന ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും അങ്ങനെയാണ്. ഈ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ നേടിയ സഞ്ജു ഉൾപ്പെടെയുള്ള ടീം നേടിയ ലോകകപ്പിൻ്റെ അവസാനം 2 ടീം ഏതാണ്ട് ബലാബലത്തിലേക്ക് വരികയും അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് അവസാന ഓവറിൽ കളി ജയിക്കുന്ന ആ ഘട്ടത്തിലൊക്കെ വരുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ കാണികൾക്കൊരു സന്ത്രാസം അനുഭവപ്പെടുക. ആ സന്ത്രാസത്തിലാണ് ആ കളിയുടെ സ്പിരിറ്റ് മുഴുവൻ ആവേശം. പക്ഷേ ഈ തവണത്തെ കളിക്ക് അത് നമുക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഫൈനലിൽ മാത്രം അത് കിട്ടിയില്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. കിട്ടിയില്ല അല്ലേ? കാണികൾ കാത്തിരുന്നിട്ട് ജയിച്ചു എന്നുള്ളൊരു സന്തോഷം, ജയിച്ചു എന്ന് പക്ഷെ അവസാനം കീഴടക്കി എന്നൊരു സാധനം. ഇപ്പൊ ലാസ്റ്റ് ഇയറിലാണെങ്കിൽ പോലും ആ സൂര്യകുമാറിന്റെ ആ ക്യാച്ച് ഉണ്ടാക്കിയ ഇമ്പാക്ട് അതേ സാധനം ഇവിടെ കിട്ടുന്നില്ല എന്നൊരു ഫീല്. അതെ, അത് കിട്ടുന്നില്ല എന്നുള്ളത്. അത് ഇപ്പൊ സൂര്യകുമാറിനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്. ഈ ക്യാപ്റ്റൻസിയെ സംബന്ധിച്ച് ആക്ഷേപമൊന്നുമില്ല, പക്ഷെ സൂര്യകുമാറിന്റെ കളിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത് T20 ഫോർമാറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ഇന്റന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ സൂര്യ ബാറ്റിൽ ചിലപ്പോൾ റൺ അടിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ആ ടീമിന് കൊടുക്കുന്ന ഇമ്പാക്റ്റ് ഇല്ലേ, ഇപ്പൊ നമ്മൾ ആ കളി അവിടെ പോയി ഒരു 10 ബോൾ കളിച്ച് എനിക്ക് റൺ അടിക്കാനുള്ള സാധനം ഉണ്ടാക്കുന്നതിന് പകരം പുള്ളി സ്ട്രൈറ്റ് അവേ ഗോ ഫോർ ഷോട്ട്സ് എന്നുള്ള സാധനത്തിലോട്ടായി. അത് ഒരിക്കലും ടീമിനെ ബാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അടുത്ത ആളും സെയിം തന്നെ ആ ഇന്റന്റ് ടീമിനെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ അഭിഷേക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നില്ല, പക്ഷേ നല്ല പ്രതിഭയുള്ള കളിക്കാരനാണ്. എന്ത് തോന്നുന്നു? അഭിഷേകിന്റെ ബാറ്റിംഗ് ഞാൻ ലിറ്ററലി എക്സ്പെക്ട് ചെയ്തത്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളൊരു 3-4 ഇന്നിങ്സ് അടിക്കാതിരിക്കുമ്പോൾ ഒബ്വിയസ്ലി ഫോമിലുള്ളൊരു ബാറ്റ്സ്മാൻ ആണ്. 3-4 ഇന്നിങ്സ് അടിച്ചിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും ഒരു അപ്പ് ഒരു ഡൗൺ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും നെക്സ്റ്റ് അയാൾ അടിക്കാനുള്ളൊരു ഇന്നിങ്സ് ആണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഫൈനലിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫൈനലിൽ പുള്ളി അടിക്കാൻ സാധ്യത കൂടുതലാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. കാരണം പുള്ളിയുടെ ബാറ്റിങ്ങിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ചെറിയ ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആ ബോൾ അടിച്ചു, അത് നോർമലി 6 പോകേണ്ട സാധനമായിരുന്നു, അത് ഔട്ടായി. അപ്പം അങ്ങനെയുള്ള ചില ഭാഗ്യങ്ങളുടെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് അതിന് മുമ്പത്തെ മാച്ചസ് ഒന്നും പുള്ളി അടിക്കാണ്ടിരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇഷാനെ സംബന്ധിച്ച് ഇഷാൻ ഒരു ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഒരു മന്ത് 2 മന്ത് വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പുള്ളി 2 വർഷം മുമ്പേ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. കാരണം പുള്ളിക്ക് ഓൾറെഡി ടീമിൽ നിന്ന് ഡ്രോപ്പായി, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ ഒരു ത്രൂ ഔട്ട് നമ്മുടെ ഡൊമസ്റ്റിക് സീസൺ നന്നായിട്ട് കളിക്കുന്നു, ഫൈനലിൽ 100 അടിക്കുന്നു, അത് കഴിഞ്ഞ് ടീമിലോട്ട് കഷ്ടപ്പെട്ട് വരുന്നു, വന്നിട്ട് പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോൾ പുള്ളി ത്രൂ ഔട്ട് ഒരു ടൈം പീരീഡ് കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് പുള്ളി ടീമിലോട്ട് വരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി കേപ്പബിൾ ആണ് ബാറ്റ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്റ്റിൽ ആ പെർട്ടിക്കുലർ ടൈമിൽ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ടീമിന് കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാനുള്ള കാര്യങ്ങൾ ആ സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി, അത് ടീമിന് ഗുണം ചെയ്തു. അതൊക്കെയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഈ ഇഷാനും അതുപോലെ തന്നെ അഭിഷേകും സഞ്ജുവും സൂര്യകുമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നല്ല ബാറ്റ്സ്മാനായിട്ട് അജു ഇഷ്ടപ്പെടുന്ന ആരെയായിരിക്കും? ഞാൻ ലിറ്ററലി ആ സ്കോഡിനകത്ത് ഇപ്പം നമുക്ക് ഒരാളെ പോലും മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതൊരു ടഫ് ഡിസിഷനാണ്. കാരണം റിങ്കു സിംഗ് എന്ന് പറയുന്ന ഒരാൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് IPL. പക്ഷേ അയാളെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ശിവൻ ദുബേനെ ആ പ്ലേസിൽ റീപ്ലേസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദുബൈയുടെ നല്ല സംഭാവന ഉണ്ടായല്ലോ. ദുബൈ ആ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു 8 ബോളിൽ 20 റൺ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ക്രൂഷ്യലാണ്. അത് കറക്റ്റായിട്ട് പുള്ളി ഡെലിവറി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നോട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അത് നോട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം അത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ബൗൾ ചെയ്യുന്നിടത്തും പ്രത്യേകതയുണ്ട്. ഉണ്ട്. പുള്ളി അത് കറക്റ്റ് സമയങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഓവറിൽ ഒരു 20 റൺ വെച്ച് പോകുന്നുണ്ടെങ്കിൽ പുള്ളി താഴെ ഇവിടെ വന്നിട്ട് ഒരു 15 റണ്ണ് 20 റണ്ണ് ഒരു വിക്കറ്റ് എടുത്ത് എറിഞ്ഞു മാറുന്നുണ്ട്. അപ്പോൾ ടീമിന് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ബൗളേഴ്സിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിലെ ബുംറ ഉൾപ്പെടെയുള്ള ബൗളേഴ്സിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? ബുംറ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നതിനേക്കാൾ അപ്പുറമാണ് പുള്ളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്?
അതും എല്ലാ ഫോർമാറ്റിലും ആ ലാസ്റ്റ്, അതായത് ഇപ്പോൾ ആ ബാറ്റ്സ്മാൻമാർ തന്നെ ഈ ന്യൂസിലാൻഡിൻ്റെ ബാറ്റ്സ്മാൻമാർ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇത്ര ഫ്ലാറ്റ് വിക്കറ്റ് എന്തിനാണ് ഒരു വേൾഡ് കപ്പ് ഫൈനലിൽ ഇടുന്നത്. ആ ഫ്ലാറ്റ് വിക്കറ്റിൽ പുള്ളി എറിഞ്ഞത് 4 ഓവറിൽ 13 റൺ. ആ രീതിയിലൊക്കെ ബോൾ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും അപ്രിഷിയേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും അദ്ദേഹത്തിന്റെ പന്ത് ഈ ബാറ്റ്സ്മാൻമാര് 6 പറത്തുന്നുണ്ട്. അത് ഈ എയറിന്റെ സ്പീഡ് കൊണ്ടാണോ? അടി കിട്ടുക എന്നുള്ള, അല്ലെങ്കിൽ നമുക്കൊരു 6 കിട്ടുക, റണ്ണ് മേടിക്കുക എന്നുള്ള നോർമൽ കാര്യമാണ്. അത് വെരി വെരി നോർമൽ. പക്ഷേ നമ്മൾ അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു ബുംറ എന്ന് പറയുന്ന ഒരാൾ ഒരു ബോൾ 6 കിട്ടുക എന്ന് പറയുന്നത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം പുള്ളി അതിൽ ഡെസ്പറേറ്റ് ആവുന്നതും ഇതുവരെ കണ്ടിട്ടില്ല. പുള്ളി അടുത്തത് എന്ത് നന്നായിട്ട് ചെയ്യും എന്നുള്ളതാണ് പുള്ളി എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള കളി അജു ഓർക്കുന്നുണ്ട്, 250 മുകളിലായിരുന്നു. 60 എത്തിയില്ല, അതിന് മുമ്പായിരുന്നു. അതിനെ ചേസ് ചെയ്തു, അവർ അതിശക്തമായി ചേസ് ചെയ്തു. ഒരുപക്ഷെ അവർ ജയിക്കുമെന്ന ഘട്ടത്തിലേക്ക് വന്നു. അവർ 6-7 റണ്ണിനാണ് ജയിക്കുന്നത്. ആ ജയിക്കുന്നതിന് ബുംറയുടെ 2 ഓവർ, ലാസ്റ്റ് 2 ഓവർ വലിയ, അതായത് ഇന്ത്യ ജയിക്കുന്നതിന് ഘടകമായി തീർന്നു. അതിനെക്കുറിച്ചാണ് അഭിപ്രായം. അതിനകത്ത് നമ്മൾ ബദേൽ എന്ന് പറയുന്ന ആ ബാറ്റ്സ്മാനെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അയാളുടെ കളീനെ നമുക്ക് ഒരിക്കലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു പുള്ളിയുടെ. ബദേൽ എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിന്റെ സുന്ദരമായ ബാറ്റിംഗ്, ഭയങ്കര നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാംകരണും ബദേലും ആയിരുന്നു. ആ സമയത്താണ് പുള്ളി ആ 2 ഓവർ എറിഞ്ഞു മാറുന്നത്. അതായത് സെറ്റായിട്ട് നിൽക്കുന്ന 2 ബാറ്റ്സ്മാൻമാരെ വെച്ചുകൊണ്ട് അയാൾ ആ 10 റണ്ണിൽ താഴെ ഒരു ഓവർ എറിയാന്ന് പറഞ്ഞാൽ അത് പുള്ളിയുടെ ക്ലാസ് തന്നെയാണ്. അതാണ് സത്യത്തിൽ ഇന്ത്യയെ ജയിപ്പിക്കാനുള്ള കാരണം. സഞ്ജു നന്നായിട്ട് എറിഞ്ഞ, സഞ്ജു ചേട്ടൻ അത് ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു, ആ 2 ഓവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മാൻ ഓഫ് ദ മാച്ച് മേടിക്കാൻ നിൽക്കുന്നുണ്ടാവില്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. അത് നല്ല ഓവറായിരുന്നു. ചുരുക്കത്തിൽ ഈ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ടീം 300 റൺസൊക്കെ അടിക്കാൻ ശേഷിയുള്ളൊരു ടീമാണെന്നും, പക്ഷെ ഇന്ത്യ അത്ര കണ്ട് പേടിച്ചിരുന്ന ടീമല്ല. ശരിക്കും ഇന്ത്യയെ പേടിപ്പിച്ചത് അവരായിരുന്നു, അല്ലേ? അതെ, ആ ഒരു സ്കോറിന്റെ രീതി അനുസരിച്ച് ഇന്ത്യയെ ചിലപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുമായിരുന്നു എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോകുന്ന ഒരു പോയിന്റ് അതായിരുന്നു. നമ്മുടെ അവസാനത്തെ 3 കളി, ഈ 3 കളിയിലും സഞ്ജു, അതായത് ന്യൂസിലൻഡിനോട്, ഒപ്പം ഇംഗ്ലണ്ടിനോട്, അതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിനോട്, ഈ 3 ടീമിനോട് സഞ്ജു, അതായത് ഇതിൽ ബൗളേഴ്സ് പ്രത്യേകിച്ച് ഒരു 6-7 ബൗളേഴ്സ് എന്തായാലും ഉണ്ടാവുമല്ലോ. ഈ ബൗളേഴ്സിന്റെ ഓരോ ഇയറും ഡിഫറൻ്റ് ആണ്, അല്ലേ? ഇവരുടെ ഓരോ ഇയർ വളരെ വ്യതിരിക്തമായ ഈ ബൗളിങ്ങിനെ അത്ര കണ്ട് പഠിച്ചിട്ടായിരിക്കും ഇതുപോലെ അടിക്കാൻ കഴിയുന്നത്. 100%. അത് അവരുടെ അതിന് മുമ്പുള്ള പ്രാക്ടീസ് സെഷൻസും, അല്ലെങ്കിൽ അതിന് മുമ്പ് ആസ് എ ടീം എന്നുള്ള രീതിയിൽ അവർ ഓരോ ബോളേഴ്സിനെ ആരെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു കറക്റ്റ് പ്ലാനിങ് ഉണ്ടാവും എന്താണെങ്കിലും. അപ്പോൾ ബാറ്റ്സ്മാൻമാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോളേഴ്സിനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവർ വീഡിയോ അനലിസ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. നമുക്ക് അതിന് വേണ്ടി നമുക്ക് അവരുടെ സഹായം തേടാൻ വേണ്ടി അവർ നമുക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്കത് ചർച്ച ചെയ്ത് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ടാണ് അവർ കളിക്കുന്നത്. ബാറ്റ്സ്മാൻമാരെ പുറത്താക്കുന്നതിന് എന്തെല്ലാം തന്ത്രങ്ങൾ എടുക്കാമെന്ന് ബാറ്റ്സ്മാൻമാരുടെ ഒരു കപ്പാസിറ്റിയെ സംബന്ധിച്ച് ബൗളേഴ്സും പഠിക്കില്ലേ? ഇതേപോലെ തന്നെ ബോളേഴ്സും പഠിക്കുന്നുണ്ട്. അതിനെ ടാക്കിൾ ചെയ്തിട്ടാണ് ഇവരവിടെ കളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സഞ്ജു ഓപ്പണറായിട്ടാണല്ലോ ഇന്ത്യൻ ടീം ഇറക്കുന്നത്. എന്തായിരിക്കും ഈ സഞ്ജുവിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കാരണം? അത് അപാര ടൈമിംഗ് ഉള്ള ഒരു ബാറ്റ്സ്മാനാണ് സഞ്ജു ചേട്ടൻ. അപാര ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് IPL ഒക്കെ കണ്ടാൽ മനസ്സിലാവും. ഇനീഷ്യൽ ഓവേഴ്സിലൊക്കെ അനായാസം റൺ അടിക്കും, ബൗണ്ടറി അടിക്കും. ഇപ്പോൾ നമ്മൾ സച്ചിൻ ബൗണ്ടറി അടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ അനായാസമായിട്ട് ബൗണ്ടറി അടിക്കാൻ കഴിയുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ബൗണ്ടറി അടിക്കുന്നത്, അപ്പോൾ 6 അടിക്കുന്ന സിക്സ് അടിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഈസിയാണ്. അപ്പോൾ ബൗണ്ടറി അടിക്കുന്നത് അതുപോലെ ക്ലാസ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന വേറെ ആൾക്കാർ വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ടോപ്പ് ഓർഡറിലാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടുന്നതെന്നും, അല്ലെങ്കിൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുമ്പോഴാണ് പുള്ളിയുടെ ബെസ്റ്റ് ചെയ്യുന്നതെന്നും ഉള്ള ഒരു സാധനം നമുക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന 3 100കൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പൊസിഷൻ പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒന്നെങ്കിൽ ഒരു മാച്ച് വിന്നർ ആയിരിക്കും. അപ്പോൾ ആ ഇന്ത്യക്ക് വേണ്ടതും അതാണ്. അപ്പോൾ പുള്ളി ടീമിന്റെ കോമ്പിനേഷൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഹ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ പുള്ളിനെ ആ ഒരു ടൈം പീരീഡിൽ പുള്ളിനെ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യിച്ചില്ല. ഇടയ്ക്ക് എപ്പോഴോ 3-4 സ്ഥാനത്തൊക്കെ ഇറക്കുന്ന കണ്ടായിരുന്നു. അതെ,
ഇടയ്ക്ക് അത് ടീമിന്റെ കോമ്പിനേഷനെ സംബന്ധിച്ച് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് മാറി മാറി ചെയ്യേണ്ടി വരും. അപ്പോൾ സഞ്ജു ചേട്ടൻ തന്നെ അതിന് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലുമായിട്ട് കമ്പയർ ചെയ്തൊരു ഡയലോഗൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താണെങ്കിലും അതിന് അഡാപ്റ്റായി അതിനനുസരിച്ച് നമ്മുടെ ബെസ്റ്റ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളി കാണുന്നത്. പുള്ളി അതിനൊരു പോസിറ്റീവായിട്ടുള്ള തലത്തിൽ കാണുന്നു. അപ്പോൾ ഞാനും അതിനെ അങ്ങനെ കാണാനാണ് ശ്രമിക്കുന്നത്. ഇതവണത്തെ IPL ഒരുപക്ഷെ ചെന്നൈ കിരീടം നേടുകയും കൂടി ചെയ്താൽ നാം ഇന്നിപ്പോൾ ഈ പൊസിഷനിൽ നിൽക്കുന്ന സഞ്ജു ആയിരിക്കില്ല എന്നല്ലേ? സഞ്ജു ചേട്ടൻ ഏത് പൊസിഷൻ, പുള്ളി കൂടുതൽ വലിയ ഉയരങ്ങളിലോട്ട് പോകുന്തോറും പുള്ളിയുടെ ചുറ്റും ഒരു നല്ല എമൗണ്ട് ഓഫ് ആൾക്കാരും രക്ഷപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പുള്ളി അതുപോലെ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. സഞ്ജു ഫൗണ്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുള്ളി എത്ര ഉയരത്തിലോട്ട് പോകുന്നതോറും അത്ര ഉയരത്തിൽ എത്തുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര മുകളിൽ പോകുന്നു അത്രയും മുകളിലോട്ട് പോട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആകുന്ന സഞ്ജുവിനെ കുറിച്ച് ഒരു സങ്കല്പം അജുവിന്റെ മനസ്സിലുണ്ടോ? ധോണീനെ പോലെ തന്നെ ചിന്തിക്കാനും അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അനുസരിച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ സഞ്ജു ചേട്ടനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി ധോണിയുടെ കൂടെയുള്ള ഒരു ടൈം പുള്ളിക്ക് അത് കൂടുതൽ, പുള്ളി ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ധോണിയുടെ കൂടെ നിന്ന് ഇനിയൊരു സീസൺ ഫുള്ള് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സഞ്ജുവിനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്യാപ്റ്റൻസിയിലേക്ക് വളരുകയും ആ ക്യാപ്റ്റൻസി അദ്ദേഹത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അപ്പോൾ കളിയെ ബാധിക്കുകയും ചെയ്യും എന്ന് അജു ഭയപ്പെടുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം കളിപരമായിട്ട് സ്കോറിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാറ്റിക്കലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ ഒരു നല്ല ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ധോണി ഒരിക്കലും ഫെയിലിയർ ആയിട്ടില്ല. ആസ് എ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലും ധോണി ഫെയിലിയർ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. പക്ഷേ സ്റ്റിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള സാധനമായിട്ട് മാറാനേ സാധിക്കും. കളി ജയിച്ചു കഴിയുമ്പോൾ ഗാംഗുലി വല്ലാതെ പെർഫോം ചെയ്യുമായിരുന്നു, കോഹ്ലി പെർഫോം ചെയ്യും, വിരാട് കോഹ്ലി നമ്മുടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ഒരു മട്ട്. പക്ഷേ സഞ്ജുവിൻ്റെ പെർഫോമൻസ് വളരെ വിനയാന്വിതനായ എന്നുള്ള പെർഫോമൻസാണ്, ഒരു ബഹളവുമില്ല അല്ലേ? അത് ഓരോരുത്തരുടെ രീതി അനുസരിച്ചാണുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ രോഹിത് ആണെങ്കിലും കുറച്ച് കാമാണ്, വിരാട് കുറച്ച് അഗ്രസീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ ഓസ്ട്രേലിയയിലൊക്കെ പോയി റൺ അടിക്കുക എന്നുള്ളത് കുറച്ച് പാടാണെന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ സഞ്ജു ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ധോണിയുടെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കീപ്പ് ഓൺ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് എല്ലാവരും ആകർഷിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. തന്നെ ഇത്തരത്തിൽ ആ വിനയം എപ്പോഴും ഉണ്ടാവുക അത് കേരളീയനായ ഒരു കളിക്കാരന് ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏതായാലും ഈ കളി ലോകകപ്പ് നേടി നമ്മൾ വരും കാലങ്ങളിൽ ഇന്ത്യയുടെ കുത്തകയായി ലോകകപ്പ് മാറും എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ അതൊരു കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ. ഇന്ത്യ എന്താണെങ്കിലും ഇനി വരും കാലങ്ങളിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡെവലപ്പ് ആവാൻ സാധ്യത കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നല്ലതിനായിട്ട് ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ ഏകദിനത്തിലും അതുപോലെ ഈ ടെസ്റ്റിലുമൊക്കെ, ടെസ്റ്റ് സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര കണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അജുവിൻ്റെ അഭിപ്രായം? ടെസ്റ്റ് ക്രിക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ്. അത് എന്താണെങ്കിലും നമ്മളിപ്പോൾ ഈ ഫാസ്റ്റർ ആയിട്ടുള്ള ഇപ്പോൾ T20 1 days അങ്ങനെയുള്ള T10 ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ടൂർണമെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ഫോർമാറ്റിലോട്ട് വരുമ്പോൾ എന്താണെങ്കിലും ലോങ്ങർ ഫോർമാറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇപ്പോൾ രഞ്ജി ട്രോഫി പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും അതും സക്സസ്ഫുൾ ആവും. ഇപ്പോൾ ഈ T20 ടീമിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് T20 മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബാറ്റിംഗ് ഒരു സ്റ്റൈലാണ്. ബോളിങ് അതിന് പറ്റുന്ന ഒരു ബോളിംഗ് സ്റ്റൈലുകളാണ്. അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പോഴും ആ ഒരു ഫോർമാറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു വർക്ക് എത്തിക്സും ആ കാര്യങ്ങളും അതിനകത്ത് ഒരുപാട് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിനും അതേ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടിമാലിയിൽ നിന്ന് രഞ്ജി ക്രിക്കറ്റിലേക്കും ഒപ്പം തന്നെ കേരള ടീമിലേക്കൊക്കെ വളർന്ന സച്ചിൻ ബേബിയെ നല്ല പരിചയം ഉണ്ടാവും അല്ലേ? ഉണ്ട്. അദ്ദേഹം എന്തെങ്കിലും നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് വളരും അല്ലെ? ഏതാണ്ട് സമയം കഴിഞ്ഞോ? പ്രായത്തിൻ്റെ പ്രശ്നമല്ലോ ഉണ്ടോ? പ്രായം IPL വന്നതോടുകൂടി പ്രായത്തിന് അത്ര ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റിൽ പ്രായം ഒരു പ്രശ്നമാണ് താനും. പക്ഷേ സച്ചിൻ ചേട്ടന് ഇതുപോലെ ഇപ്പോൾ IPL ഒക്കെ 2-3 സീസൺ കളിച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ അതിനൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ഇന്ത്യ എ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ചെറിയ ഇതിൻ്റെ വ്യത്യാസത്തിലാണ് കളിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഭാവിയിൽ സച്ചിൻ ചേട്ടൻ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളും അതിന് ഹാപ്പി ആയിരിക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഈ അജു ഇതുപോലെ തന്നെ അജു പൗലോസ് എന്ന് പറയുന്ന അടിമാലിക്കാരനായ ഒരു കളിക്കാരൻ വളരെ ഏജ് കുറവാണല്ലോ, പ്രായം കുറവാണല്ലോ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ വന്നിരുന്ന് നല്ലൊരു കളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നാളെ കഴിഞ്ഞ് കളിയുണ്ടോ? മാച്ചസ് ഉണ്ട്. ഇപ്പോൾ മാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ഭാവുകങ്ങളും. വളരെ സന്തോഷമുണ്ട് മീഡിയാനിൽ വന്നതിനും. സന്തോഷം.